നമസ്കാരം, വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നവരാത്രി സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി. ഇന്നെന്താ സ്വീറ്റ്? ഇന്ന് ഗിഫ്റ്റിങ്ങിനായിട്ടുള്ള നെയ്ബേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റം. എന്താണ് അതിന്റെ പേര്? എന്റെ പേര് ചോക്ലേറ്റ് ഫഡ്ജ്. ചോക്ലേറ്റ് ഫഡ്ജ്. ഓക്കെ, അത് നിങ്ങൾ പരിചയപ്പെടുത്തുമല്ലേ? ഇപ്പൊ ചോക്ലേറ്റ് ഫഡ്ജിനുള്ളത് സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. 2 കപ്പ് പാൽപ്പൊടി, മിൽക്ക് പൗഡർ. പിന്നെ വേണ്ടത് ചോക്ലേറ്റ് ആണല്ലോ, ഫഡ്ജ് ആണല്ലോ, അപ്പോൾ കൊക്കോ പൗഡർ 6 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് പഞ്ചസാര 1 കപ്പ്. ഓക്കെ. പിന്നെ നെയ്യ് 6 ടേബിൾ സ്പൂൺ, അതായത് 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 6 ടേബിൾ സ്പൂൺ നെയ്യും. പിന്നെ വേണ്ടത് 1 കപ്പ് പാല്. പിന്നെ ഈ കൊക്കോയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ടുള്ള കോഫി പൗഡർ 1 ടീസ്പൂൺ. പിന്നെ നമ്മുടെ സാധാരണ 1 നുള്ള് ഉപ്പ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള നട്ട്സ് നമ്മൾ എല്ലാം ഓരോ 30 ഗ്രാം വീതം വേണം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടില്ല നമ്മൾ ഗിഫ്റ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പം നേരെ പണിയിലേക്ക് കടക്കുമല്ലേ? അതെ. ആദ്യം തന്നെ നമുക്ക് ട്രേ റെഡിയാക്കി വെക്കണം കേട്ടോ. കുറച്ച് നെയ്യ് തടവി നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് ആദ്യത്തെ പണിയാണ്. കാരണം ഇത് കൊണ്ടുവന്ന് നേരെ ഒഴിക്കാനുള്ളതാണ്. നമ്മൾ ട്രേ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു അരിപ്പ എടുത്തിട്ട് നമ്മുടെ പാൽപ്പൊടിയും, അതിൽ 2 കപ്പ് അളന്ന് വെച്ചിരിക്കുന്ന പാൽപ്പൊടി, പിന്നെ 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതും ഒന്നിച്ച് ചേർത്ത് നല്ല 1 നുള്ളുപ്പ്, വളരെ കുറച്ച് മതി, 1 നുള്ളുപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാൻ പോണേ. ഇത്രയും കട്ട ഉണ്ടായിരുന്നു. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഓക്കെ. പിന്നെ ഈ നട്ട്സുകൾ 3 ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് വെക്കാം. 30 ഗ്രാം വീതം അല്ലേ? 30 ഗ്രാം വീതം. ഓക്കെ. ഒരു ചൂട് കട്ടിയുള്ള പാത്രം, ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് ആദ്യം 1 കപ്പ് പാല് നമ്മൾ തിളപ്പിക്കാൻ പോണേ. ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര, അതിത് ഈ പാലിലൊന്ന് അലുത്ത് വരട്ടെ. ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും അത് മതി, അല്ലാതെ അത് ഒത്തിരി തിളയ്ക്കേണ്ട കാര്യമില്ല. ഈ പഞ്ചസാര ഒന്ന് പാലിനകത്തൊന്നും അലുത്താൽ മാത്രം മതി. നമ്മുടെ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ടേ, ഇത്രയും മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ നെയ്യ് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. നമ്മൾ തീ ഇനി നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നമ്മൾ ഈ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡറും ചോക്ലേറ്റും ഉപ്പും കൂടെ അരിച്ച് അതെടുത്ത് ചേർക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ചോക്ലേറ്റ് ഒക്കെ അല്ലേ, പെട്ടെന്ന് അടുക്കി പിടിക്കും കൊക്കോ പൗഡർ. അത് നല്ല കുറച്ച് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടി പതുക്കെ ചേർന്നിട്ടില്ലേ, പതുക്കെ ഒരു കൈ കൊണ്ട് നമ്മൾ ഇളക്കുകയും വേണം കേട്ടോ. പതുക്കെ കാരണം ഈ ചോക്ലേറ്റ് പെട്ടെന്ന് അടുക്കി പിടിക്കുവേ. ഈ ചോക്ലേറ്റ് ഫഡ്ജ് റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഇച്ചിരി ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അയൽവാസികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലെ ഒന്നിച്ചിടാതെ പതുക്കെ ആരെങ്കിലും ഇങ്ങനെ ഇട്ട് തരുവാണെങ്കിൽ വളരെ നല്ലത്. ഇങ്ങനെ പതുക്കെ മുഴുവൻ പാലും കൊക്കോയും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പൊടി ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് കട്ടിയാവുന്നതിന് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതുപോലെ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിൽ ഇളക്കി നമുക്കിതിനി വറ്റിച്ചെടുക്കണം. ഇത് സൈഡ് വിട്ടു പോരുമ്പോഴാണ് നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് റെഡിയാവുന്നത്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ
എല്ലാ പൊടിയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിന് വേണ്ടി ഞാൻ ഒരു വിസ്കർ എടുത്തു. അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടേ. ഇനി ഈ സമയം നന്നായിട്ട് മിക്സ് ആയിട്ട് ഇനി ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഫി പൗഡർ ഇത് 1 ടീസ്പൂണാണ് കേട്ടോ. അതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. അപ്പം ഈ കോഫി പൗഡർ ആഡ് ചെയ്യുന്ന ഈ കൊക്കോയുടെ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യും. അതാണ് അതിൻ്റെ ജോലി. നമ്മൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ട് പകുതിയൊക്കെ പതുക്കെ ഒന്ന് കട്ടി കുറുകി വന്ന് നമ്മൾ ഫ്ലെയിം വളരെ കുറവിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കാരണം ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ടേ പിടിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി സമയം കൂടുതൽ എടുത്താലും അടിക്ക് പിടിക്കാതിരിക്കുക. ഇപ്പം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കളർ നന്നായിട്ട് കൂടി നല്ല ചോക്ലേറ്റിൻ്റെ മണമാണ് വരുന്നത്. ഇനി എപ്പോൾ വേണമെങ്കിലും സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേയിലേക്ക് മാറ്റാം. നമ്മുടെ ഫൈനൽ സ്റ്റേജ് സൈഡിൽ നിന്നൊക്കെ പതുക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സുകൾ പകുതി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പകുതി നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാം. ബദാമാണ് അല്ലേ. ഇത് പിസ്ത, 30 ഗ്രാം പിസ്ത, കാഷ്നട്ട് എല്ലാം പകുതി ഞാനിപ്പോൾ ഇടുന്നോളൂ കേട്ടോ. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് ഉപയോഗിക്കാം. ഇളക്കി കൊടുക്കണം. നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാം ഇളകി വന്നിട്ടുണ്ട്. ഇത് ഫഡ്ജാണ്, അതുകൊണ്ട് തന്നെ ഇതങ്ങ് കട്ടിയാവില്ല. നല്ല കോരി ഒഴിക്കണ ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിരിക്കണം. നമുക്ക് നടുക്കൊഴിക്കാമേ. നടുക്കൊഴിച്ചിട്ട് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വശത്തേക്ക് തന്നെ ആയിപ്പോവും. നമ്മുടെ ഫഡ്ജ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നിരത്തി കഴിഞ്ഞാലേ ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. ബാലൻസ് ഉണ്ടായിരുന്ന ഡ്രൈ നട്ട്സ് നമ്മൾ ഇടുവാണേ. ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്താണ് അത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ അയൽവക്കത്തുള്ള കുട്ടികൾ കുറച്ച് പേരുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അവർക്കൊക്കെ ചോക്ലേറ്റ് ആയിരിക്കുമല്ലോ കുട്ടികൾക്ക് ഇഷ്ടം. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല രസമായിരിക്കുമല്ലോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഈ ഫഡ്ജ് റെഡിയാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തിയാൽ വിരാടൻ രുചിക്കളത്തിന് അത് കൂടുതൽ ചെയ്യാനുള്ള ഊർജം നൽകുന്നതാണ്. ഒക്കെ നമ്മുടെ നട്ട്സ് ഒന്ന് സ്പാച്ചിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. ഇതൊരു ഏതാണ്ട് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നമുക്കിതൊന്ന് കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് മറ്റേ ഒത്തിരി കട്ടിയായി വരുന്നതല്ല, കാരണം ഇത് ഫഡ്ജാണല്ലോ. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഫഡ്ജ് തയ്യാറായിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് 3 മണിക്കൂറായി കേട്ടോ. 2 മണിക്കൂർ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലൂടെ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ പങ്കാളി? അതെ, ഒന്നെടുത്ത് ഒരു സോഫ്റ്റ് വായിലിട്ട് അലുത്ത് പോകുന്ന ഒരു സ്വീറ്റാണിത്. കട്ട് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ തണുപ്പോടുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് കാണിക്കാം. ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ചോക്ലേറ്റ് ഫഡ്ജ് കേട്ടോ. ഇത്ര സോഫ്റ്റാണ്. കാണിച്ചു തരാം. നല്ല അലുത്ത് പോകുന്ന രീതിയിലുള്ള ഇതാണ്. നല്ലൊരു ടെക്സ്ചറാണ്. ഇത് നമ്മുടെ തൊട്ട് അയൽവാസികളായിട്ടുള്ള കുറച്ച് പിള്ളേർക്കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഉണ്ടാക്കിയത്. നോർമലി ഞങ്ങളുടെ അളവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 4 പേർക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോ നവരാത്രി സ്വീറ്റ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.